എം.ടി. ഹരിഹരൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറന്ന ഒരു വടക്കൻ വീരഗാഥ മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക് ഹിറ്റുകളിൽ ഒന്നാണ്. വലിയ ചില തീരുമാനങ്ങളുടെയും ദൃഢനിശ്ചയങ്ങളുടെയും ഒക്കെ പുറത്താണ് മലയാളത്തിൽ എക്കാലത്തും നല്ല ചിത്രങ്ങൾ പിറവിയെടുത്തിട്ടുള്ളത്. അത്തരം ഒരു തീരുമാനമാണ് വടക്കൻ വീരഗാഥയ്ക്ക് പിന്നിലും ഉണ്ടായത്. ബോബൻ കുഞ്ചോക്കോയാണ് ഹരിഹരന്റെ മനസ്സിൽ വടക്കൻ വീരഗാഥയിൽ ചതിക്കപ്പെട്ട ചന്തുവിന്റെ കഥ സിനിമയാക്കാമെന്ന ആശയം നിറച്ചത്. പഴയ രീതി ഇനി നടക്കില്ല, പുതിയ ഭാവത്തിലും രൂപത്തിലും ഒരുക്കണം എന്ന് ഹരിഹരൻ ബോബൻ കുഞ്ചാക്കോയോട് പറഞ്ഞു. ഇതുപ്രകാരം ഹരിഹരൻ തിരക്കഥ എഴുതാൻ വേണ്ടി എം.ടിയെ ചെന്ന് കണ്ടു. എം.ടിക്കും ഹരിഹരന്റെ ആശയം ഇഷ്ടമായി. 15 ദിവസം കൊണ്ട് എം.ടി തിരക്കഥ പൂർത്തിയാക്കി. പുതുമുഖമല്ല, ഈ വേഷം ചെയ്യാൻ മമ്മൂട്ടി തന്നെ വേണമെന്ന് എം.ടി പറഞ്ഞു. അങ്ങനെ മമ്മൂട്ടി കഥ കേൾക്കാൻ എത്തി. എന്നാൽ വടക്കൻ പാട്ട് ചിത്രങ്ങളുടെ കാലം അവസാനിച്ചെന്ന് മലയാള സിനിമയും മമ്മൂട്ടിയും വിശ്വസിച്ച കാലമായിരുന്നു അത്. അക്കാര്യം മമ്മൂട്ടി അറിയിക്കുകയും കഥയിൽ മാറ്റം അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ സംവിധായകൻ ഹരിഹരൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഇതാണ് ഞങ്ങളുടെ സിനിമ, മമ്മൂട്ടിക്ക് വേണ്ടി കഥ മാറ്റാൻ കഴിയില്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അഭിനയിക്കേണ്ട, ചന്തുവായി ഞങ്ങൾ വേറെ ആളെ നോക്കിക്കൊള്ളാം. ഹരിഹരന്റെ ദൃഢനിശ്ചയത്തോടു കൂടിയ മറുപടി കേട്ടപ്പോൾ മമ്മൂട്ടി ഒന്ന് ഞെട്ടി. പക്ഷേ മമ്മൂട്ടി ചന്തുവിനെ അവതരിപ്പിക്കാൻ തയ്യാറായി. അങ്ങനെ മമ്മൂട്ടി വടക്കൻ വീരഗാഥയിലെ നായകനായി. അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തെയും അദ്ദേഹത്തിന് കിട്ടി. ആരോമൽ ഉണ്ണിയായി സുരേഷ് ഗോപിയെ തീരുമാനിക്കാൻ എല്ലാവർക്കും സമ്മതമായിരുന്നു. ക്യാപ്റ്റൻ രാജുവിന് അരിങ്ങോടരുടെ വേഷം ഏൽപ്പിക്കുന്നതിൽ ചിലർക്കൊക്കെ എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ എം.ടിക്കും ഹരിഹരനും ക്യാപ്റ്റൻ രാജുവിൽ വിശ്വാസമുണ്ടായിരുന്നു. ഹരിഹരനാണ് ഉണ്ണിയാർച്ചയായി മാധവിയെ തീരുമാനിച്ചത്. കൊല്ലങ്കോടും മദ്രാസിലെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഗുരുവായൂരിലുമായി 60 ദിവസം കൊണ്ട് ചിത്രത്തിന് ഷൂട്ടിംഗ് പൂർത്തിയാക്കി. 1989 ഏപ്രിൽ 14 ചിത്രം റിലീസ് ചെയ്തു. പാണൻപാടി നടന്ന വടക്കൻ പാട്ട് വാമൊഴിയെ തിരുത്തി എഴുതിക്കൊണ്ട് ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രം മലയാള സിനിമയിലെ ഐതിഹാസിക വിജയമായി തീർന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.